ഹലോ, നമുക്കിനി അടിപൊളിയായിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയാലോ. ഞാൻ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡ്, 1 ടീസ്പൂൺ ബദാം, ഒരു 3-4 വാൾനട്ട്, അതേപോലെ തന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 എടുക്കാം, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സീഡ്സ് ഉണ്ടോ അതൊക്കെ 1 ടീസ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി, കൂടുതൽ എടുക്കരുത്. പിന്നെ ഇത് ഫ്രോസൺ ബ്ലൂബെറീസ് ആണ്, ഞാൻ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അതും കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. അടുത്തതായിട്ട് ചേർക്കുന്നത് ബ്ലാക്ക് ബെറീസ് ആണ്. ഇതും ഞാൻ കഴുകി ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. 2-3 ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മാമ്പഴമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ. ഇത് ഇപ്പം തന്നെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് മൊത്തത്തിൽ ഓട്സിന് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുതിരി ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഓവർനൈറ്റ് വെക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം. ഞാൻ എപ്പോഴും രാവിലെയാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാനിത് ചേർക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് തൈരൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഞാൻ മധുരമൊന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് മധുരം ചേർക്കാത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഓരോ സ്കൂപ്പായി കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, സീ യു.